ജിഡ ഓഫീസിന് മുന്നിൽ സമരം തുടർന്ന് താന്തോണിത്തുരുത്ത് നിവാസികൾ സ്ത്രീകളും കുട്ടികളടക്കം നിരവധി പേരാണ് രാത്രി വൈകുന്ന ഈ വേളയിലും ഓഫീസിന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് പോയാൽ വേലിയേറ്റത്തിൽ വീടുകൾ മുഴുവൻ വെള്ളത്തിലാകും എന്ന ആശങ്കയിലാണ് ഇവർ ഉള്ളത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് താന്തോണിത്തുരുത്തിൽ വേലിയേറ്റത്തിൽ വെള്ളം കയറിയത്. വിവരങ്ങളുമായി ഈ സമരക്കാർക്കൊപ്പം സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, രാത്രിയിൽ എങ്ങനെയാണ് ഇവർ കഴിച്ചുകൂട്ടുന്നത്? എങ്ങനെ സമരം തുടരാനാണ് താന്തോണിത്തുരുത്തുകാരുടെ തീരുമാനം? രുചീഷ, ഇപ്പോഴും താന്തോന്നിത്തുരുത്ത് നിവാസികൾ അവരുടെ സമരവുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ജിഡ ഓഫീസാണ്. ജിഡ ഓഫീസിന് മുന്നിലാണ് ഈ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ സംഘം ഇപ്പോൾ രാത്രിയും ഇവിടെ കഴിച്ചുകൂട്ടേണ്ടി വരുന്നത്. ഒട്ടുമിക്ക ആളുകളും ഇവിടെ കിടന്നുറങ്ങും എന്നുള്ളത് തന്നെയാണ്. കാരണം അവർക്ക് വീട്ടിലേക്ക് പോയാലും ദുരവസ്ഥ തന്നെയാണ്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ പുലർച്ചെയാണ് വെള്ളം കയറിയിരുന്നത്. ഇവിടുന്ന് പോകുന്നില്ല, ഇവിടെ തന്നെ കിടക്കണേ? ഇവിടെ തന്നെ കിടക്കാൻ പണിയണം. ഞങ്ങൾ പോയിട്ടും വെള്ളമല്ലേ, 3 മണി വെളുപ്പിന് ഇങ്ങോട്ട് തന്നെ വരണ്ടേ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ കിടക്കണേ. വീട്ടിലേക്ക് പോയാലും തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് കൊതുകിന്റെ ശല്യമൊക്കെ ഉണ്ടോ? കൊതുക് ഓരോന്നുണ്ട്. ഇപ്പൊ കാറ്റുണ്ടെങ്കിൽ ഉണ്ടാവില്ല. കാറ്റിന്റെ പ്രശ്നം ഉണ്ടാവില്ല. വീട്ടിലേക്ക് പോകാനും പറ്റില്ല. വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, വെള്ളം. അത് തന്നെയാണ് രുചീഷ. ഈ കൊച്ചി നിവാസികൾ ഇവര് പാവങ്ങളാണ്. ഈ മനുഷ്യരൊക്കെ ഇവര് കൊതുകിനെയും ഭയക്കണം, വെള്ളത്തെയും ഭയക്കണം. വീട്ടിൽ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ 3 മണിക്ക് തന്നെ എണീറ്റ് തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും അല്ലേ? ഇന്നലെ രാത്രി 3 മണിക്ക് വന്നതാ. ഞങ്ങൾക്ക് ശ്വാസം മുട്ടൊക്കെയാ. തണുപ്പാണെങ്കിലും ഇവിടെ കിടന്ന് ഞങ്ങൾ ചത്താലും ഞങ്ങൾക്ക് അത് നേടിത്തരാതെ ഞങ്ങൾ പോവില്ല. അത്രയും വയ്യാതെ ഞങ്ങൾ നടക്കണത്. വയസ്സന്മാരായ എല്ലാവരും ഇവിടെ ഉണ്ട്, കുഞ്ഞു കുട്ടികൾ മുതലുണ്ട്. അത് തന്നെയാണ് രുചീഷ, ഒരു മനുഷ്യന്റെ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ വരുമല്ല ഇല്ലേ, ഞങ്ങൾ ഈ വെള്ളത്തിലാണ് കിടക്കണത്. പുഴ നീന്തിയ പോലെ ഇന്നലെ നനഞ്ഞു കുളിച്ച് ഇവിടെ വന്നത്. കൈ കിട്ടിയ പുതപ്പും പായൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. രുചീഷ, ഒരു ഭയങ്കര ദയനീയമായ ഒരു അവസ്ഥയാണ്. ഈ മനുഷ്യനാണല്ലോ, അവൻ ജീവിച്ച രാവിലെ മുതൽ തന്നെ കൂലിവേലക്കൊക്കെ പോയി തിരിച്ച് വൈകുന്നേരം വന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാൽ ആ വീട്ടിലേക്ക് വെള്ളം കയറുന്ന ഒരു അവസ്ഥ കടുത്ത മനുഷ്യാവകാശ ലംഘനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു കാര്യമാണ് ഉറക്കം. ആ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുക. പുലർച്ചെ 3 മണിക്ക് എന്തായാലും അവർ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം കയറും. പിന്നെ വീട്ടിലേക്ക് പോയിട്ടും കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് മനുഷ്യരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. സമരക്കാർക്ക് അധികൃതരുമായി ഏതെങ്കിലും തരത്തിൽ ചർച്ച നടത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മറുപടി അധികൃതർ നൽകുന്നുണ്ടോ? അത് തന്നെയാണ് ഇവിടുത്തെ സ്ഥലം കൗൺസിലർ പ്രവീൺ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രവീണിനോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇത്? സ്ഥലം കൗൺസിലർ അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? അല്ല, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജീവ് മിനിസ്റ്ററായിട്ട് ലാസ്റ്റ് സംസാരിച്ചു, മേയർ മിനിസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചു, MLA ഉണ്ടായിരുന്നു. അപ്പം മിനിസ്റ്റർ ഈ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ കമ്മിറ്റിക്കകത്തുള്ള CRSന്റെ ശാസ്ത്രജ്ഞന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണം അടുത്ത ദിവസം വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യത്തിനകത്ത് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അല്ല, അപ്പോൾ ആ രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുതന്നെയാണ്. എന്തായാലും മിനിസ്റ്റർ അടക്കമുള്ള ആളുകളായിട്ടൊക്കെ സംസാരിച്ചു, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റിയില്ല എന്നുള്ളതാണ്. ചേട്ടോ, എന്താണ് വീട്ടിലേക്കൊന്ന് പോയിട്ട് കാര്യമൊന്നുമില്ല, തിരിച്ചു പോരേണ്ടി വരും അല്ലേ? തിരിച്ചു പോരേണ്ടി വരും. വെള്ളം എങ്ങനെ ഇപ്പം ചെന്നാലും വെള്ളം ഇപ്പം തന്നെ വെള്ളം കയറും. അതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. ഇവിടെ തന്നെ അങ്ങോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും അതെ, ഇവിടെ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചേക്കണേന്ന്. ഇത് രുചീഷ, ഒട്ടും സന്തോഷകരമായിട്ടൊന്നുമല്ല കേട്ടോ ഈ മനുഷ്യരാരും പറയുന്നത്. അവർക്കെല്ലാം വലിയ വിഷമമുണ്ട് കേട്ടാ. ഒരു പ്രത്യേകിച്ച് മഞ്ഞ് വീഴ്ചയും മഞ്ഞും കൊതുകും ഒപ്പം തന്നെ അതിനെല്ലാം സഹിച്ച് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചാൽ വേലിയേറ്റം വരുമ്പോൾ വെള്ളം കയറി ആ വെള്ളത്തെയും ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യർ, ഒരു വലിയ കൂട്ടം മനുഷ്യർ. 270ഓളം വോട്ടുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അവിടുത്തെ മനുഷ്യരാണ്. കഴിഞ്ഞ 12 വർഷമായി ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ മാറി മാറി ആളുകളോട് പരാതി പറയും, ഗുണമൊന്നുമില്ലല്ലേ? ഒരു ഗുണവുമില്ല. ഗുണമുണ്ടെങ്കിൽ ഞങ്ങളിവിടെ ഈ പാതിരൊക്കെ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ അപ്പച്ചനൊക്കെ എത്ര വയസ്സുണ്ട്? അപ്പച്ച 69 69 വയസ്സ്.
രുചീഷ, ഇത് വലിയ കഷ്ടമാണ് രുചീഷ. കാരണം 69 വയസ്സ്, നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമയമൊക്കെ ആകുമ്പോൾ തന്നെ ശരീരമൊക്കെ വല്ലാതെ ഒന്ന് വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കും. ഈ മനുഷ്യൻ 69 വയസ്സുള്ള ഒരു മനുഷ്യൻ ഇവിടെ വന്നിരിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നമ്മുടെ അധികാരികളുടെ കണ്ണിലൊന്നും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളൊരു ചോദ്യം, ആ ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഇത് അമ്മച്ചിയൊക്കെ 70-75 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്. ഇവരൊക്കെ ആരും ആഗ്രഹിച്ചു വന്നിരിക്കണമല്ലോ. എല്ലാ മനുഷ്യർക്കും ഒരാഗ്രഹം ഉണ്ടാകും സ്വന്തം വീട്ടിൽ കിടന്നുറക്കണമെന്നുള്ളത്. ഈ മനുഷ്യർ താമസിക്കുന്ന തൊട്ടടുത്താണ് 7-8 കോടി വില വരുന്ന ഫ്ളാറ്റുകൾ ഉള്ളത്. ആ ഫ്ളാറ്റുകൾ ഇങ്ങനെ ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ പണിതിട്ടപ്പോൾ ഒരു CRZ അതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പാവപ്പെട്ട മനുഷ്യർ കിടക്കുന്ന ഭൂമിയിൽ മാത്രമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത്. എന്തായാലും നമ്മുടെ അധികാരികളുടെ കണ്ണൊന്ന് തുറക്കേണ്ടതാണ്. കാരണം മനുഷ്യരൊക്കെ ജിഡ ആസ്ഥാനത്ത് ഇപ്പോഴും താന്തോണിത്തുരുത്ത് നിവാസികൾ ജിഡ ഓഫീസിന് മുന്നിൽ സമരം തുടരുകയാണ്. രാത്രിയിലും സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന ആളുകൾ ഇപ്പോഴും ആ സമരവുമായി അവിടെ ഓഫീസിന് മുന്നിൽ ഇരിക്കുകയാണ്. എന്തായാലും ഇന്ന് പുലർച്ചെ വെള്ളം കയറിയ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ ആവില്ല എന്ന് ആവശ്യപ്പെട്ട് അതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവുമായി സമരം തുടരുകയാണ് താന്തോണിത്തുരുത്തുകാർ. വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.